സഹോദരങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം തേടുന്ന കാരുണ്യം എന്ന പ്രമേയം ഏറെ പ്രസക്തവുമാണ്, കാലികവുമാണ് എന്ന് ആമുഖമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്ത് കാരുണ്യത്തിൻ്റെ കുറവ് കൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് കഷ്ടങ്ങളും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആ കാരുണ്യത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിലൂടെ ഈ ലോകത്ത് സംഭാവന ചെയ്തിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കുന്നിടത്ത് റഹീം എന്നും റഹ്മത്ത് എന്നും വിശേഷിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് നിങ്ങൾ സാധാരണ കേൾക്കുന്ന ഒരു വിശുദ്ധ ഖുർആൻ വചനമാണ്. അപ്പോൾ റഹ്മത്ത് എന്ന കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് തുടക്കം കുറിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ഈ ലോകം ശൂന്യമായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇവിടെ ഒന്നുമില്ല, അല്ലാഹു മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് കാണപ്പെടുന്ന ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം സൃഷ്ടിച്ചുകൊണ്ടാണ്, റഹ്മത്ത് എന്ന പ്രകാശം സൃഷ്ടിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചത്രേ, ജിബ്രീലേ, നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞത്, എനിക്ക് എത്ര വയസ്സായി എന്ന് തിട്ടപ്പെടുത്തി പറയാൻ സാധ്യമല്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് ഓർമ്മയിലുണ്ട്. ഞാനൊരു പ്രകാശത്തെ കാണാറുണ്ട്. ആ പ്രകാശം ഒരിക്കൽ കണ്ടാൽ പിന്നീട് കാണണമെങ്കിൽ 50,000 വർഷം കഴിയണം. അങ്ങനെയുള്ള ആ പ്രകാശത്തെ ഞാൻ 50,000 വട്ടം കണ്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞത്. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞത്രേ, ജിബ്രീലേ, ആ പ്രകാശം എൻ്റെ പ്രകാശമാണ്. ഈ വിഷയം ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹാനായ ഉമർ ഖാലി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിൽ ചെന്നുകൊണ്ട് പാടിയ പാട്ട് നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യുലി മുതിഅൻ ജന്നതം വനഈമാ വഉസാതഹു ദാറർറദാ വജഹീമാ ലില്ലാഹി സബ്ബഹ ഹാദിസൻ വഖദീമാ താഊസു ഹളറത്തി ഖുദ്സിഹി മക്തൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഈ ലോകത്ത് ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറെന്ന് പറയുന്ന ആ റഹ്മത്തിൻ്റെ നൂറിനെ സൃഷ്ടിച്ചുകൊണ്ടാണെന്നാണ് പരിശുദ്ധ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ചുരുക്കിൽ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ആദ്യം സൃഷ്ടിച്ചത് തന്നെ അവൻ്റെ റഹ്മത്താണ്. പിന്നീട് ഈ ലോകത്ത് എന്തൊക്കെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടിച്ചതിലെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അള്ളാഹു വിന്യസിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. ഭൂമി അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, ആകാശം അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, മേൽഭാഗത്തിൽ നിന്ന് മഴ വർഷിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് എന്ന് വേണ്ട ലോകത്തുള്ള സർവകാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട് എന്ന് അള്ളാഹു തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എല്ലാറ്റിലും എൻ്റെ റഹ്മത്തുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ലോകത്തിലുള്ള സർവസ്സിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചതിൻ്റെ പിന്നിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ആ റഹ്മത്തിനെ ആദ്യമായി സൃഷ്ടിച്ചപ്പോൾ ലോകത്തുള്ള സർവസ്സിലും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്കൊക്കെ ഓതുമ്പോൾ അറിയുന്നതാണത്. വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതതു അഹ്യൈനാഹാ എന്ന് തുടങ്ങി ആ വിശുദ്ധ വചനം നീണ്ടു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആ വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ആ വചനത്തിൽ അള്ളാഹു സമുദ്രത്തെ പറയുന്നുണ്ട്, സമുദ്രത്തിലൂടെ ഓടി നടക്കുന്ന കപ്പൽ പറയുന്നുണ്ട്, സൂര്യചന്ദ്രനങ്ങളെ അള്ളാഹു പറയുന്നുണ്ട്, അത് അസ്തമിക്കുന്നതും അത് ഉദിക്കുന്നതും പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹു പറഞ്ഞിട്ട് അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അവസാനം പറയുന്നത് ഇല്ലാ റഹ്മത്തം മിന്നാ, ഇതെല്ലാം നമ്മുടെ റഹ്മത്താണെന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ആ റഹ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലെല്ലാം വിന്യസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഭൂമി സൃഷ്ടിച്ചു, ആകാശം സൃഷ്ടിച്ചു. ഈ ഭൂമിയിലേക്ക് പാർക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചു. ആ മനുഷ്യരിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദ്യമായി സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഇണയായ ഹവ്വായിനെ റളിയല്ലാഹു അൻഹായെ സൃഷ്ടിച്ചു. അവർ തമ്മിൽ വിവാഹത്തിലൂടെ അള്ളാഹു അവരെ സംയോജിപ്പിച്ചു. ആ വിവാഹത്തിൻ്റെ പിന്നിലും ഉള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിൽ അള്ളാഹു അത് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജാ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആണിനെയും പെണ്ണിനെയും വിവാഹത്തിലൂടെ സംയോജിപ്പിക്കുമ്പോൾ അവിടെയും പ്രവർത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ആ റഹ്മത്തിലൂടെ ഒരു വിവാഹിതരായ ആണിനെയും പെണ്ണിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന റഹ്മത്തെന്ന പിഞ്ചോമനകൾ, ആ പിഞ്ചോമനകളും അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അതുകൊണ്ട് തന്നെ പിഞ്ചു മക്കളോട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ ദുആക്കണം. വഖുർ റബ്ബിർഹംഹുമാ, അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണമേ എന്ന്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ഉപ്പായുടെയും ഉമ്മായുടെയും ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുമ്പോൾ ആ ഉപ്പാക്കും ഉമ്മാക്കും ഈ മക്കളോട് സ്നേഹമുണ്ടാകുന്നു, കാരുണ്യമുണ്ടാകുന്നു. അവിടെയും അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അള്ളാഹു വിന്യസിപ്പിച്ചിരിക്കുന്നത്. ആ റഹ്മത്തിൻ്റെ തുടക്കം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് ഏറ്റവും വലിയ റഹ്മത്തായിട്ടാണ്. ആ റഹ്മത്താണ് കാലം തേടുന്ന കാരുണ്യം എന്ന വിഷയത്തിലൂടെ SKSSF നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ മാത്രമല്ല ഈ റഹ്മത്ത്, നാളെ പരലോകത്തും ഈ റഹ്മത്തിനെ കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടേണ്ടുന്നത്. നമ്മുടെ അമലുകൾ എത്രമാത്രം ഉണ്ടായിരുന്നാലും നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാവണം. ആ റഹ്മത്തിൻ്റെ തുടക്കം അവിടെയും ഉണ്ടാകുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ കുബ്രാ എന്ന് പറയുന്ന ആ വലിയ റഹ്മത്തിലൂടെയാണ് നമുക്കവിടെയും രക്ഷപ്പെടാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 2 വിഭാഗം ആളുകളെ, നാളെ പരലോകത്തുള്ള 2 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുന്നു. ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ സ്വർഗമെന്ന റഹ്മത്ത് കൊണ്ട് അനുഗ്രഹീതരാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം യൗമ തബയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ് ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹുഹും അകഫർതും എന്ന് തുടങ്ങിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഖം കറുത്തുപോയ ഒരു കൂട്ടർ നാളെ പരലോകത്ത് വരുന്നുണ്ട്. ഒരു കൂട്ടർ മുഖം വെളുത്തിരിക്കുന്നവരുണ്ട്. ആ മുഖം കറുത്തവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ചാൻസ് കിട്ടിയിട്ടും നിങ്ങൾ അതൊക്കെ നിഷേധിച്ചവരായില്ലേ എന്ന് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഫഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ് ഹും ഫീഹാ ഖാലിദൂൻ. മുഖം വെളുത്ത ഒരു കൂട്ടരുണ്ട്. ആ മുഖം വെളുത്തവരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, വഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും, മുഖം വെളുത്ത സത്യവിശ്വാസികളായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നു ഫഫീ റഹ്മത്തില്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ റഹ്മത്തിലാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടേണ്ടുന്നത്. മഹാന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് റഹ്മത്ത് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർഗത്തിന് റഹ്മത്ത് എന്ന് ഉപയോഗിച്ചതിൽ ഫീഹി, അതിലുണ്ട് ഇഷാറത്തുൻ, ഒരു സൂചനയുണ്ട്, ഇലാ അന്നൽ അബ്ദ, ഒരു അടിമ, വഇൻ കസറത്ത് താഅത്തുഹു, അവൻ്റെ ഇബാദത്ത് എത്ര അധികരിച്ചാലും ശരി, എന്തുമാത്രം ഇബാദത്തുകൾ അവൻ ചെയ്താലും ശരി, ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിലോട്ട് പ്രവേശിക്കത്തില്ല, ഇല്ലാ ബിറഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൻ്റെ റഹ്മത്തില്ലാതെ ഒരാൾക്കും സ്വർഗത്തിലോട്ട് കടക്കാൻ കഴിയില്ല. ആ റഹ്മത്ത്